ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമൂസ് തെക്കൻ. അപ്പോൾ ഒരു ഇഡ്ഡലി ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞാൻ ഉഴുന്നൊന്നും ചേർക്കാതെ ചോറും അരിപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതെങ്ങനെയാണോ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഇതൊരു വീഡിയോ കണ്ടിട്ടൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് ചോറും അതേപോലെ ആ ക്ലാസ്സിന് തന്നെ 2 ഗ്ലാസ് അരിപ്പൊടി ഇട്ട് ഉണ്ടാക്കി. അപ്പോൾ ആ വീഡിയോയിലൊക്കെ കാണിക്കുമ്പോൾ നല്ല അടിപൊളി ഇഡ്ഡലി ആയിരുന്നു. പക്ഷെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതുപോലെയൊന്നും അത്ര ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ. എന്നാലും കഴിക്കാം, ഇഡ്ഡലി എന്ന് പറയാനൊന്നും പറ്റില്ല. നമ്മൾ ഉഴുന്നൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഇഡ്ഡലി പോലെയൊന്നും പെർഫെക്റ്റ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടികളൊന്നും അധികം കഴിച്ചൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തോ ഒരു അപ്പത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത്. വലിയ അങ്ങോട്ട് ഇഷ്ടമായൊന്നുമില്ല. എന്തായാലും വീഡിയോ എടുത്തു പോയില്ല, അപ്പോൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ യൂട്യൂബിൽ കാണിക്കുന്നുണ്ട്, ചോറ് കൊണ്ട് ഇഡലി, ബാക്കി വന്ന ചോറ് കൊണ്ട് ഇഡലി ഉണ്ടാക്കുക, ഉഴുന്ന് ചേർക്കാതെ ഇഡലി ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാ. പക്ഷേ ഇഡലി എന്ന് പറഞ്ഞാൽ ഉഴുന്ന് ചേർത്തിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കണം, അപ്പോഴേ അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഞാനിപ്പോൾ 2 ഗ്ലാസ് അരിപ്പൊടിയും 2 ഗ്ലാസ് ചോറും കൂടി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് മിക്സിൻ്റെ ജാറിലൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ഓരോ വീഡിയോ ഒക്കെ ഇടുമ്പോൾ അത് അടിപൊളി സൂപ്പർ പെർഫെക്റ്റ് ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കേട്ടോ കാണിക്കുന്നത്. നമ്മളുള്ളത് ഉള്ള പോലെ കാണിക്കണം കേട്ടോ, അപ്പോഴല്ലേ അത് മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടുകയുള്ളൂ അല്ലേ. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെയായിരുന്നു ഞാനും ചെയ്തത് കേട്ടോ. അപ്പോൾ ആ വീഡിയോ പേരൊന്നും ഞാനിവിടെ പറയണമൊന്നുമില്ല. നമ്മളുള്ളത് ഉള്ള പോലെ കാണിക്കുമ്പോഴേ അത് മറ്റുള്ളവർക്കും കൂടെ അത് ഉപകാരപ്പെടുകയുള്ളൂ അല്ലേ. അപ്പോൾ യൂട്യൂബിലെ എല്ലാ വീഡിയോസിനെ കുറിച്ചിട്ടും അല്ല ഞാൻ പറയുന്നത്, കുറേ വീഡിയോകളൊക്കെ നമ്മൾക്ക് ഉപകാരപ്പെട്ടതുകൊണ്ട് കേട്ടോ. നമ്മൾക്ക് അറിയാത്ത പോയ ഒരുപാട് ടിപ്പുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ അതേപോലെ ചെയ്യുമ്പോൾ അതുപോലെ ശരിക്കും നേരായി കിട്ടുന്നതുമുണ്ട്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ശരിക്കും ഇഡലിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും വന്നില്ല, അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ. ഞാൻ 2 ഗ്ലാസ് ചോറും അരിപ്പൊടിയൊക്കെ ഇട്ട് അരച്ച് നല്ലപോലെ കുഴച്ച് കൈ കൊണ്ട് തന്നെ കുറേ നേരം മിക്സ് ചെയ്ത് വെച്ചിട്ടൊന്ന് പെട്ടെന്നൊക്കെ ഒന്ന് നല്ലോണം പുളിച്ച് പൊന്തി വരാൻ വേണ്ടി തന്നെയാണ്. പിന്നെ ഉപ്പൊന്നും ഞാൻ ഇട്ട് കൊടുത്തിരുന്നില്ല. ഉപ്പ് ഞാൻ പിറ്റേ ദിവസം രാവിലെ ഇടാമെന്ന് വെച്ചിട്ട് ഞാൻ എന്നിട്ട് നല്ലൊരു ചൂടുള്ള ഭാഗത്ത് തന്നെ ഒന്ന് പുളിക്കാൻ വേണ്ടി മാവ് പൊന്താൻ വേണ്ടി വെച്ചു. അപ്പോൾ ഞാനിത് രാത്രിയാണ് കേട്ടോ ഞാനിത് അരച്ച് വെച്ചിട്ടുള്ളത്. എന്തായാലും ഞാൻ കുറച്ച് ഉണ്ടാക്കിയുള്ളൂ കേട്ടോ, കാരണം ഒന്ന് പരീക്ഷണം മാത്രമല്ല, അതുകൊണ്ട് തന്നെ ഓവറായിട്ടൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇതാ മാവൊക്കെ ശരിക്കും നല്ല അടിപൊളിയായി പൊന്തി വരികയൊക്കെ ചെയ്തു, അതിനൊന്നും ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇഡലി ഉണ്ടാക്കിയെടുത്തപ്പോൾ അത് വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല, എന്തോ ഒരു രുചിയില്ലാത്ത പോലെ. കുട്ടികൾക്കൊന്നും തീരെ ഇഷ്ടപ്പെട്ടില്ല. അവർ പിന്നെ എന്നും ഈ ഉഴുന്നിട്ട് ഉണ്ടാക്കിയ ഇഡലി തന്നെ കഴിച്ചത് കൊണ്ടായിരിക്കാം അവരിത് പറഞ്ഞു, ഇത് ഇഷ്ടമല്ല, ഉമ്മ എന്നും ഉണ്ടാക്കുന്ന ഇഡലി പോലെയൊന്നും അല്ല, ഇതെന്താ ഒരു പ്രത്യേകത എന്നൊക്കെ അങ്ങനെയാണ് കേട്ടോ അവരൊക്കെ പറഞ്ഞത്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ഉപ്പൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി. അപ്പോൾ ഇഡലി കാണാനൊക്കെ വീഡിയോയിലൊക്കെ ഞാൻ കാണിക്കുമ്പോഴൊക്കെ അടിപൊളി ഇഡലിയാണ് കേട്ടോ. അപ്പോൾ എനിക്കും അങ്ങനെ വേണമെങ്കിൽ പറയാം, ചോറും അരിപ്പൊടിയും വെച്ചിട്ട് ഉഴുന്നില്ലാതെ അടിപൊളി ഇഡലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്ന് പറഞ്ഞ് നല്ല ഇഡലിൻ്റെ ഫോട്ടോയും വീഡിയോസൊക്കെ കാണിച്ച് അങ്ങനെയൊക്കെ എനിക്കും ചെയ്യാം കേട്ടോ. പക്ഷെ ഞാനൊന്നും അങ്ങനെ ചെയ്യുന്നില്ല, ഞാനിതാ ഉള്ള പോലെ നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ ഇഡലിയൊക്കെ ശരിക്കും നല്ലപോലെ വെന്ത് വരികയൊക്കെ ചെയ്ത് ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടുകയും ചെയ്തിരുന്നു കേട്ടോ. വീഡിയോയ്ക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടും വ്യൂവേഴ്സ് കൂടാൻ വേണ്ടിയിട്ടും ഇതുപോലെയൊന്നും ആരും വീഡിയോസൊന്നും ഇടരുത്, അങ്ങനെയൊന്നും ഇടാൻ ശ്രമിക്കരുത്. നമ്മളൊക്കെ ഇത് കഴിക്കുന്ന മുതലാണ്. നമ്മളൊക്കെ ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ല രീതിക്ക് കഴിക്കണമല്ല, അല്ലാതെ വെറുതെ കുറേ ഉണ്ടാക്കി വേസ്റ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ആ വീഡിയോ ഇട്ടവരെ കുറിച്ചായിരിക്കും നമ്മളുടെ മനസ്സിൽ ഓരോ വേണ്ടാത്ത ചിന്തകളൊക്കെ നമുക്ക് വരിക അല്ലേ. അപ്പോൾ അങ്ങനെയൊന്നും ആരും ചെയ്യരുത്. നമ്മളെന്താ നമ്മളുടെ വീട്ടിൽ ഉണ്ടാക്കുന്നത് അത് അതേപോലെ കാണിക്കുക. സ്പെഷ്യലാണെങ്കിലും അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് ശരിയായെങ്കിൽ ശരിയായി, അല്ലെങ്കിൽ അല്ല എന്നുള്ളത് അതേപോലെ നമ്മൾ പറയുക തന്നെ വേണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഒരു മനസ്സിലുള്ളത് നമ്മൾ പറഞ്ഞു എന്ന് മാത്രം എല്ലാവരും അങ്ങനെ ആവണം എന്നൊന്നും ഇല്ലല്ലോ അല്ലേ. അപ്പോൾ ഇഡലി കാണുമ്പോഴൊക്കെ കണ്ടില്ലേ സൂപ്പറായിട്ടുണ്ട്, നല്ല പൂ പോലെ കാണുന്നുണ്ട്, വല്ല പഞ്ഞ് പോലെ ഇരിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ കഴിച്ചപ്പോഴല്ലേ അതിൻ്റെ ഗുണം നമുക്ക് മനസ്സിലായത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. പുതിയ കൂട്ടുകാരൊക്കെ എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ എനിക്ക് കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന കമൻറ്റിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇഡലിയൊക്കെ കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ, നല്ല പൂ പോലെ പഞ്ഞ് പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വലിയൊരു ചാനലിൽ നിന്ന് ഞാൻ കണ്ടതാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോയ്ക്കൊക്കെ അതിൽ ലക്ഷങ്ങൾ വ്യൂവേഴ്സൊക്കെ ഉണ്ട്, ഒരുപാട് ലൈക്ക് ഉണ്ട്. അതേ അളവ് തന്നെയാണ് കേട്ടോ, അതേപോലെ തന്നെയാണ് ഞാനും ചെയ്തെടുത്തത്, ഒരു വ്യത്യാസവും വന്നിട്ടില്ല കേട്ടോ.
പക്ഷേ ഇതേ വീഡിയോയ്ക്ക് തന്നെ അതിലൊരുപാട് കമൻറ്റും ഒരുപാട് ലൈക്കും അതേപോലെ തന്നെ ഒരുപാട് വ്യൂവേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചാനലിൻ്റെ പേരൊന്നും ഞാനിവിടെ പറയണമെന്നുമില്ല. എന്തായാലും സംഭവം ഇങ്ങനെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് നുണയാണെങ്കിൽ നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തോളൂ. അപ്പോൾ കുറച്ച് ഉണ്ടാക്കി നോക്കിയാൽ മതി കേട്ടോ, കൂടുതലൊന്നും ഉണ്ടാക്കരുത്, കുറച്ച് ഉണ്ടാക്കി നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാം കേട്ടോ അതിൻ്റെ ഗുണങ്ങളൊക്കെ. പിന്നെ ഞാൻ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ആദിൽ മോൻ്റെ സ്കൂളിലുള്ള ജ്യോതിസിൻ്റെ ഒരു ക്യാമ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ഉത്സവമായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ റബ്ബർ പാലെടുത്തിട്ട് വരുന്ന സമയത്ത് തോട്ടത്തിൽ നിന്ന് വരുന്ന വഴി വെറുതെ ആ സ്കൂളിൻ്റെ അവിടെയൊക്കെ നിർത്തിയിട്ട് ഒന്ന് വീഡിയോസൊക്കെ എടുത്തതാണ്. അപ്പോൾ അതിൽ രാവിലെ 9:30 പോയതാണല്ലോ. അപ്പോൾ അത് ഞങ്ങളെ കണ്ടപ്പോൾ ഇങ്ങനെ ഓടിക്കതച്ച് വന്നു. അപ്പോൾ അവിടെ തകർക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടി. പിന്നെ ഇതാ ഞാൻ വീട്ടിലൊക്കെ വന്നതാ കുറച്ച് മീൻ പൊരിക്കലൊക്കെയാണ്. പിന്നെ ഇതാ ഉച്ചക്കത്തെ ഊണാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര വിശപ്പും ദാഹവും ക്ഷീണവും തോന്നിയപ്പോൾ ഒരു ഗ്ലാസ് ചായ ആദ്യം ഞാൻ ഇട്ട് കുടിച്ചു കേട്ടോ. മധുരമൊന്നും ഇല്ലാതെ തന്നെ ആദ്യം ഒരു ഗ്ലാസ് ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ടാണ് ബാക്കിയുള്ള പണികൾക്കൊക്കെ നിന്നത്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.